ഒരു കുംഭീജത്തെ മാത്രം ഉള്ളിലേക്ക് കടത്തിയിട്ട് അതുമായിട്ട് സംയോജിച്ച് സിക്താണ്ഡം രൂപപ്പെടും. സിക്താണ്ഡം രൂപപ്പെടും. എവിടെ വെച്ചാണ് സിക്താണ്ഡം രൂപപ്പെടുന്നത്? അണ്ഡവാഹിനിയിൽ വെച്ചാണ് രൂപപ്പെടുന്നത്. മനസ്സിലായോ? ആ അണ്ഡത്തിന്റെ പുറത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞത് ഇതാണ് കേട്ടോ. അണ്ഡം ഇവിടെ ഉണ്ട്. അണ്ഡവാഹിനിയിൽ അണ്ഡം വന്നിട്ടുണ്ട്. കുംഭീജം ഇവിടെ സഞ്ചരിച്ച് ഇവിടെ വരുന്നു. കുറെ കുംഭീജങ്ങൾ വരും. ഏകദേശം 400 ദശലക്ഷം വന്നതിൽ 100 മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ, അണ്ഡവാഹിനിയിലേക്ക് ഇറങ്ങുന്നുള്ളൂ. സ്ഥിതി വന്നിട്ട് ആദ്യം ആരാണോ അണ്ഡത്തിലേക്ക് കടക്കുന്നത് ആ ഒരു കുംഭീജം മാത്രമാണ് അണ്ഡത്തിന്റെ ന്യൂക്ലിയസുമായിട്ട് എന്ത് ചെയ്യുന്നത്? സംയോജിക്കുന്നത്. ബാക്കിയുള്ളതിന് എന്ത് ചെയ്യും? ഈ അണ്ഡത്തിന്റെ പുറത്തുള്ള സോണാ പെൽവിസിഡ എന്ന് പറയുന്ന ഒരു ആവരണമുണ്ട്. അത് ആ പാഠ്യസ്ഥലത്തിന് മാറ്റങ്ങൾ വരുത്തിയിട്ട് തുടർന്നുള്ള ഒരു കുംഭീജത്തെയും അകത്തേക്ക് കടത്തി കാണില്ല. മനസ്സിലായോ? അപ്പൊ ഒരു അണ്ഡത്തിലുള്ള ന്യൂക്ലിയസ് കുംഭീജവുമായിട്ട് ചേർത്തിട്ട് എന്തുണ്ടാകും? സിക്താണ്ഡം രൂപപ്പെടും. മനസ്സിലായോ? ഇതുവരെ എന്താണ് പറഞ്ഞത്? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ഫലമായിട്ട് പുരുഷലിംഗം യോനിയിലേക്ക് ശുക്ലം വിസർജിക്കും. അതിൽ 400 ദശലക്ഷത്തോളം കുംഭീജങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവ എങ്ങനെയാണ് പോകുന്നത്? യോനിയിൽ നിന്ന് സെർവിക്സ്, സെർവിക്സിൽ നിന്ന് ഗർഭാശയം, ഗർഭാശയത്തിൽ നിന്ന് അണ്ഡവാഹിനിയിലേക്ക് വരും. അണ്ഡവാഹിനിയിലേക്ക് എത്തുമ്പോൾ 3 മാത്രമേ എത്തുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം മാത്രമാണ് അണ്ഡവുമായിട്ട് സംയോജിച്ച് സിക്താണ്ഡം രൂപപ്പെടുന്നത്. മനസ്സിലായോ? ഇതുവരെ ഒരാൾക്കൊന്നും ഇതുവരെ പറയാൻ പറ്റുമോ? ഞാൻ സമയം അറിയുമോ? അണ്ഡവുമായി ചേർന്നിട്ട് സിക്താണ്ഡം രൂപപ്പെടുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ബീജസംയോഗം എന്ന് പറയുന്നത്. ആ കുംഭീജം പോണ ആ ഭാഗം ഉണ്ടല്ലോ, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. എങ്ങനെയാണ്? യോനിയിൽ നിന്ന് സെർവിക്സ്, സെർവിക്സിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? ഗർഭാശയം, ഗർഭാശയത്തിൽ നിന്ന് അണ്ഡവാഹി, അണ്ഡവാഹിയിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്? സിക്താണ്ഡം, ബീജസംയോഗം നടന്നിട്ട് സിക്താണ്ഡം രൂപപ്പെടുന്നു. മനസ്സിലായി? ഇതുവരെ ആദ്യത്തെ ഭാഗം മനസ്സിലായി? ഇതിനാണ് നമ്മൾ പറയുന്നത് ബീജസംയോഗം എന്ന് പറയുന്നത്. എത്ര കുംഭീജങ്ങളാണ് യോനിയിൽ നിക്ഷേപിക്കപ്പെടുന്നത്? ദശലക്ഷത്തോളം അല്ലെ? പറഞ്ഞേ, എന്താണ് ബീജസംയോഗം?
കോശവിഭജനം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടോ? എന്നാ ആ കോശവിഭജനം നടന്നിട്ടാണ് എന്ത് പറ്റുന്നത്? ആ ഒറ്റ കോശത്തിൽ നിന്ന് അനേകം കോശങ്ങളായിട്ട് മാറും. നമുക്ക് അതെങ്ങനെയാണ് നോക്കാം. അപ്പൊ നമ്മൾ ഭ്രൂണ വളർച്ചയാണ് ഇത് പഠിക്കാൻ പോകുന്നത്. ഒറ്റ കോശമുള്ള സിക്താണ്ഡം. സിക്താണ്ഡത്തിന് കോശവിഭജനം നടന്നിട്ട് നോക്കി 2 കോശങ്ങളായിട്ട് മാറും. അതിനുശേഷം ഈ 2 കോശങ്ങൾ വിഭജിച്ച് 4 കോശങ്ങളായിട്ട് മാറും. 4 വിഭജിച്ച് 8 ആയിട്ട് മാറും. അങ്ങനെയല്ലേ മാറുന്നത്? ആദ്യം ഒറ്റ കോശമായിരുന്നു, അത് വിഭജിക്കുമ്പോ ഇങ്ങനെയല്ലേ വിഭജിക്കുന്നത്? 2 കോശമായിട്ട് മാറും. 2 കോശം 2 വിഭജിക്കുമ്പോ ഇങ്ങനെ 4 അല്ലേ? 4 വിഭജിച്ച് 8 ആവും അല്ലേ? 8 വിഭജിച്ച് 16 ആവും. അപ്പൊ 4 ആവുന്നത് 4 വിഭജിച്ച് ഒരു 8 പിന്നെ 16. അങ്ങനെ 3 മുതൽ 4 ദിവസത്തിനുള്ളിലാണ് അങ്ങനെ ഒരു 4 മുതൽ 14 ദിവസത്തിനുള്ളിൽ ഈ കോശങ്ങളെ വിഭജിച്ച് ഒരു 16 മുതൽ 32 കോശങ്ങളുള്ള ഒരു കൂട്ടമായിട്ട് മാറും. അതിനെയാണ് നമ്മൾ മോറില എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോറില എന്ന് പറയുന്നത്. മോറില എന്ന് എത്രാമത്തെ ദിവസം സംഭവിക്കുന്നത്? ബീജസംയോഗം നടന്ന് 3 മുതൽ 4 ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിക്കും? ആ കോശങ്ങൾ വിഭജിച്ച് ഒരു 16 മുതൽ 32 കോശങ്ങളുടെ ഒരു കൂട്ടമായിട്ട് മാറും. അതിന് നമുക്ക് എന്ത് പറയാം? മോറില. എന്താണ്? മോറില. അതിനുശേഷം ഈ മോറില ഒരു 5 മുതൽ 6 ദിവസം ബീജസംയോഗം നടന്ന് സിക്താണ്ഡം രൂപപ്പെട്ട് ഒരു 5 മുതൽ 6 ദിവസത്തിനുള്ളിൽ ഈ മോറില ഒരു ദ്രവം നിറഞ്ഞ വേറൊരു ഘട്ടത്തിലേക്ക് കടക്കും. അതിനെയാണ് നമ്മൾ ബ്ലാസ്റ്റോസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പുറത്തിൽ കൂടി ഒരു കുറച്ച് ഇങ്ങനെ കുറച്ച് സെല്ലുകൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ദ്രവം ഉണ്ടാവും. അങ്ങനെയുള്ള ഈ അടുത്ത ഘട്ടത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബ്ലാസ്റ്റോസിസ്. എന്താണ്? ബ്ലാസ്റ്റോസിസ്. ആദ്യം എന്താണ് ഉണ്ടായത്? സിക്താണ്ഡം രൂപപ്പെട്ട് സിക്താണ്ഡത്തിന് കോശവിഭജനം നടന്നിട്ട് 16 മുതൽ 32 കോശങ്ങളുടെ ഒരു കൂട്ടത്തിൽ നമ്മൾ എന്ത് പറയും? മോറില. മോറില കഴിഞ്ഞിട്ട് ഒരു ദ്രവം നിറഞ്ഞ വേറൊരു അടുത്ത ഘട്ടത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് ബ്ലാസ്റ്റോസിസ്. എന്താണ്? ബ്ലാസ്റ്റോസിസ്. ഈ ബ്ലാസ്റ്റോസിസ് ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഈ ബ്ലാസ്റ്റോസിസ് ദ്രവം നടന്ന ഒരു ഘട്ടത്തെ നമ്മൾ ബ്ലാസ്റ്റോസിസ് എന്ന് പറയുന്നത്. ആ ബ്ലാസ്റ്റോസിസ് 7ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗർഭാശയത്തിന്റെ ഏറ്റവും ഉള്ളിലെ പാളിയായ എൻഡോമെട്രിയത്തിൽ പച്ച പിടിച്ച് വളരും. അതിനെയാണ് നമ്മൾ ഗർഭധാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഇംപ്ലാന്റേഷൻ. അതോടുകൂടിയാണ് ഗർഭധാരണം തുടങ്ങുന്നത്. ആരംഭിക്കുന്നത്. മനസ്സിലായതുപോലെ ഓക്കെ. ആദ്യം ഒരു ഇവിടെ നിന്ന് കുംഭീജം വന്ന് അണ്ടവുമായിട്ട് ചേർന്ന് 2 വന്ന് സിക്താണ്ഡം രൂപപ്പെട്ട് സിക്താണ്ഡം രൂപപ്പെട്ട് സിക്താണ്ഡം കോശ വിഭജനത്തിന് വിധേയമായി 2 സെല്ലായി 4 സെല്ലായി 8 സെല്ലായി 16 മുതൽ 32 സെല്ലുകൾ കൂട്ടമായിട്ട് മാറും. നമ്മൾ എന്ത് പറയും? മോറില. മോറില എന്ന് പറയുന്ന സ്റ്റേജ് എത്രാമത്തെ ദിവസമാണ് ഉണ്ടാകുന്നത്? ബീജസംയോഗം നടന്ന് ഒരു 3 മുതൽ 4ാമത്തെ ദിവസത്തിലാണ് ഇങ്ങനെ ഒരു മോറില സ്റ്റേജിലേക്ക് മാറുന്നത്. അതിനുശേഷം ഒരു ദ്രവം നിറഞ്ഞ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബ്ലാസ്റ്റോസിസ്. എന്താ പറയുന്നത്? ബ്ലാസ്റ്റോസിസ്. ബ്ലാസ്റ്റോസിസിന് ശേഷം ഈ ബ്ലാസ്റ്റോസിസ് ഇങ്ങോട്ട് താഴത്തേക്ക് വന്ന് ഗർഭാശയത്തിന്റെ ഏറ്റവും ഉള്ളിലെ പാളിയായ എൻഡോമെട്രിയത്തില് പറ്റി പിടിച്ച് വളരും. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ. എന്താ പറയുന്നത്? ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഇവിടെ വളരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇതൊരു 7ാമത്തെ ആഴ്ചയാണത്. ഈ ഗർഭകാലഘട്ടത്തിന്റെ ആദ്യത്തെ 7 ആഴ്ചത്തെയാണ് നമ്മൾ ഭ്രൂണ വളർച്ച. അതിന് മുമ്പ് വരെയുള്ള ആ ഇതിനെ നമ്മൾ ഭ്രൂണ കാലഘട്ടം എന്ന് പറയുന്നത്. ഭ്രൂണ വളർച്ചയാണ്. ഈ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ് ഗർഭധാരണം തുടങ്ങുന്നത്. അതിനുശേഷമുള്ള കുഞ്ഞുങ്ങൾക്ക് ഗർഭസ്ഥ ശിശു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ ഇതുവരെയുള്ള ഈ ബീജസംയോഗം മുതൽ ഇവിടെ വരെ ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കി.
അണ്ടോത്സർജനം മുതൽ ഇംപ്ലാന്റേഷൻ വരെയുള്ള സ്റ്റേജുകൾ ഫ്ലോ ചാർട്ടായിട്ടുണ്ട്. ബീജസംയോഗം, സിക്താണ്ഡം. സിക്താണ്ഡത്തിന് കോശവിഭജനം നടക്കുന്നു. 2 എണ്ണം 4 എണ്ണം 8 എണ്ണം അങ്ങനെ വരുന്നില്ലേ? കോശവിഭജനം എഴുതണേ. കോശവിഭജനത്തിന് കഴിഞ്ഞിട്ട് മോറുല, ബ്ലാസ്റ്റോസിസ്റ്റ്, ഇംപ്ലാന്റേഷൻ. അത്ര എഴുതണേ. നിങ്ങൾ പറഞ്ഞിട്ടേ
അണ്ടവാഹിയിലേക്ക് എത്തുമ്പോഴത്തേക്കും ഒരു 100ഓളമാണ് അണ്ടവാഹിയിലേക്ക് എത്തുന്നത്. അണ്ടവാഹിയിൽ കൂടി ചലിച്ച് ചലിച്ച് ഇവിടെ